വൈകി ഉദിക്കുന്ന വിവേകം വിഡ്ഢിത്തത്തിന് തുല്യമാണെന്ന് കരുതാം. കാരണം ഈ വൈകി ഉദിച്ചതുകൊണ്ട് അതിന് വിവേകത്തിൻ്റെ ഗുണമേന്മ കിട്ടത്തില്ല. വിഡ്ഢിത്തത്തിൻ്റെ തിക്താനുഭവങ്ങൾ മാത്രമേ, തിരിച്ചടി മാത്രമേ അതിന് കിട്ടത്തുള്ളൂ. പറഞ്ഞു വരുന്നത്, ഈ മാസം 22-ന് അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കിട്ടിയ ഈ ഇൻവിറ്റേഷൻ പ്രകാരം പോകേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അതുപ്രകാരം ക്ഷണക്കത്ത് ലഭിച്ച സോണിയാഗാന്ധിയും ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഞങ്ങൾ മുമ്പ് ചെയ്ത ചില വീഡിയോകളിൽ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ തീരുമാനമില്ലായ്മ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരെ യുക്തമായ, വ്യക്തമായ നിലപാടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ കഴിവുകേടാണ് തെളിയിക്കുന്നത് എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. അതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് സംഭവിച്ചത്. ഞങ്ങൾ അന്നും പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോകളിൽ ഞങ്ങൾ പറഞ്ഞു, അത് നോക്കിയാൽ അറിയാം, കോൺഗ്രസ് പെട്ടുപോയി. BJP RSS ഒരുക്കിയ കെണിയിൽ കോൺഗ്രസ് പെട്ടുപോയി. തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം എടുത്ത തീരുമാനം എന്താണ്? ശ്രീരാമനെ അല്ലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയെ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി BJP മാറ്റിയതുകൊണ്ട്, കേന്ദ്ര സർക്കാർ മാറ്റിയതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ വൈകി വന്ന വിവേകം. ഈ വിവേകം നേരത്തെ ഉണ്ടായിക്കൂടായിരുന്നോ? ഇതിലെന്താ അവ്യക്തത? ഇത് BJPയുടെ രാഷ്ട്രീയ പരിപാടിയാണ്, സംഘപരിവാറിൻ്റെ മുഖ്യ അജണ്ടയാണിത്, അടുത്ത ലോക്സഭാ ഇലക്ഷൻ പ്രമാണിച്ച് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത്രയും 3 ആഴ്ച 4 ആഴ്ച സമയം വേണോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്? അപ്പം തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ ഒരു പ്രസ്ഥാനത്തിൻ്റെ കഴിവുകേടിനെയാണ് സൂചിപ്പിക്കുന്നത്, ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് സംഭവിച്ചത്. അന്നേ തീരുമാനമെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു നിലപാട് കോൺഗ്രസിന് കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ എന്താണ്? കോൺഗ്രസിനകത്ത് തന്നെ നേതൃനിരയിൽ തന്നെ ഭിന്നിപ്പ് വന്നു കഴിഞ്ഞു. ഇവർ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വലിയ നിര കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരൊക്കെ നാളെ ചിലപ്പോൾ BJPയിലെ നേതാക്കളായിട്ട് മാറ്റപ്പെടാം. ചേക്കേറി അങ്ങോട്ട് പോകുന്നത് നമ്മൾ വരും നാളുകളിൽ ചിലപ്പോൾ കാണേണ്ടി വരും. ഇപ്പം അധികാരത്തിൽ ഇരിക്കുന്ന കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. വടക്കേ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ കമൽനാഥ്, ദിഗ്വിജയ് സിംഗ് തുടങ്ങി ഒട്ടനേകം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അയോധ്യ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു, പക്ഷെ ഞങ്ങളിതൊക്കെ പോകാൻ ആഗ്രഹിച്ചു. ഇനി അധികാരത്തിലിരിക്കുന്ന ഹിമാചൽ മുഖ്യമന്ത്രി പോലും, അവിടുത്തെ മന്ത്രിമാർ പോലും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അവർ പോലും പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പങ്കെടുക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് BJPയുടെ അജണ്ട, RSS അജണ്ട എത്ര വിദഗ്ധമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ ടോപ്പിൽ വരെ ഭിന്നിപ്പുണ്ടാക്കാൻ അവർക്ക് രാമനെ കൊണ്ട് സാധിച്ചു എന്നത് അത് BJPയുടെ വിജയമാണ്, കോൺഗ്രസിൻ്റെ പരാജയമാണ്. നിലപാടുകളില്ല. അവസാനം ഒരു നിലപാടെടുക്കുമ്പം കാൽക്കീഴിലെ മണ്ണ് കുറെ കൂടെ ചോർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. എങ്ങനെയാണ് BJP ഇത്രയും വലിയ വളർച്ചയിലേക്ക് പോയത്? അതിനെപ്പറ്റി നമ്മൾ വിലയിരുത്തൽ നടത്താറുണ്ടല്ലോ. കോൺഗ്രസ് ഭരണകാലത്തല്ലേ ദൂരദർശനിൽ രാമായണവും മഹാഭാരതവും സീരിയൽ വന്നത്? ആ സീരിയൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരുന്ന് കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, കേരളത്തിൽ ഉൾപ്പെടെ. ആ സീരിയലുകൾ വഴി ശ്രീരാമനെ ജനമനസ്സുകളിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിൽ ആ സീരിയലുകൾ ദൂരദർശൻ, കേന്ദ്ര സർക്കാരിൻ്റെ ചാനൽ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കേന്ദ്രം ചെയ്ത ഗുണങ്ങൾ, BJPക്ക് കിട്ടിയ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഓർത്ത് നോക്കിയാൽ മതി. ലോക്സഭയിൽ വെറും 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJPയെ അധികാരത്തിലേക്ക് എത്തിച്ചതിൽ ഈ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഈ സീരിയലുകൾ, രാമായണവും മഹാഭാരതവും, രാമാനന്ദസാഗറിൻ്റെ മുതൽ ഇങ്ങോട്ട് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അതിൽ നിന്നുമാണ് BJPയുടെ ഒരു നിര, LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു BJPയുടെ ഒരു എന്താ പറയുക, പടനായകർ മുന്നോട്ട് വന്നിട്ട് പിന്നെ നടന്നതൊക്കെ അറിയാം. ബാബറി മസ്ജിദ് പൊളിച്ചു,
അവിടെ രഥയാത്ര നടത്തി. ഇപ്പം അവിടെ ശ്രീരാമക്ഷേത്രം ഉയരുന്നു. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇവിടെ നഷ്ടം സംഭവിച്ചത് ഏത് പ്രസ്ഥാനത്തിനാണ്? അത് കോൺഗ്രസ്സിനാണ്. വൈകി വന്ന വിവേകം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇനി ഇതേപ്പറ്റി 22 വരെ ഇനിയും സമയം കിടക്കുന്നു. ഇനിയും ഒരു 10 ദിവസം, 12, 10 ദിവസം, 9 ദിവസം ഇനിയുമുണ്ട്. ഈ ദിവസങ്ങളിലും കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാനാണ് സാധ്യത. ശ്രീരാമൻ ഒരു വികാരമാണ്, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ. ആ ഒരു വികാരത്തെ എത്ര ഫലപ്രദമായിട്ട് ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി, ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി, അല്ലെ ഹിന്ദുത്വ RSSന്റെ ഹിന്ദുത്വ അജണ്ടയാക്കി മാറ്റി പ്രതിഷ്ഠിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത്? ഇപ്പം വിലപിച്ചിട്ട് കാര്യമില്ല, വൈകി ഉദിച്ചിട്ട് കാര്യമില്ല സൂര്യൻ. ഇവിടെ നിങ്ങളിപ്പോൾ പറയുന്നല്ലോ, ഈ തർക്കമന്ദിരം, തർക്കസ്ഥലം, ബാബറി മസ്ജിദിൽ അവിടെ ആദ്യമായിട്ട് അവിടെ വിളക്ക് വെക്കാൻ അവസരം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. ഗേറ്റ് അവിടെ തുറന്നു കൊടുത്തത് ഞങ്ങളാണ്. പിന്നെ അവിടെ പ്രതിഷ്ഠയ്ക്ക് പിന്നെ അത് ഇതെല്ലാം വരെ എത്തുന്നതിൽ ഞങ്ങൾ പല സഹായവും ഈ ശ്രീരാമക്ഷേത്രം അവിടെ വരാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം പറഞ്ഞിട്ടൊരു കാര്യമില്ല. മണ്ണും ചാരുന്നവൻ പെണ്ണ് കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെയാണ് സംഭവങ്ങൾ. നിങ്ങളിതെല്ലാം തുറന്നു കൊടുത്തു. നിങ്ങളവിടെ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്ന, തർക്കമന്ദിരമായി കിടന്ന കോടതി വിധി പ്രകാരം അത് നിങ്ങൾ തുറന്ന ഗേറ്റ് തുറന്നു കൊടുത്ത് അവിടെ വിളക്ക് തെളിയിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിനെ മുഴുവൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇപ്പം വിലപിക്കുകയാണ്. വിലപിച്ചോളൂ. ഈ കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കേന്ദ്രം BJP ഭരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വീണ്ടും തൃശ്ശൂർ വരികയാണ്. ഗുരുവായൂർ 17-ാം തീയതി വരുന്നത്. BJP നേതാവ് കൂടിയായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തുന്നു. അന്ന് അവിടെ 160-160ഓളം വിവാഹങ്ങൾ, 100-ലധികം, കൃത്യ കണക്ക് പറഞ്ഞാൽ 169 വിവാഹങ്ങൾ അവിടെ ഗുരുവായൂരിൽ ഒരു ദിവസം നടക്കുകയാണ്. അതിൽ 12 വിവാഹങ്ങൾ മോദി പ്രധാനമന്ത്രി ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ചെലവഴിക്കുന്ന ആ 3 മണിക്കൂർ സമയത്ത് നടക്കേണ്ടുന്ന 12 വിവാഹങ്ങളുടെ സമയക്രമം മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ആ വിവാഹങ്ങൾ മാറ്റിവെക്കുകയോ തീയതി മാറ്റുകയോ ചെയ്യണമെന്നാണ് സുരക്ഷാ ഭടന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ Z+ കാറ്റഗറി സുരക്ഷയുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കുന്ന ആ സ്പെഷ്യൽ ടീമുണ്ട്. സുരക്ഷാ ടീമിൻ്റെ നിർദ്ദേശമാണ്. അതിപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതേപടി അറിയണമെന്നൊന്നുമില്ല, അത് അവരുടെ പ്രോട്ടോക്കോളാണ്. അവർ പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുന്ന ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടായിരിക്കുന്ന 3 മണിക്കൂർ സമയങ്ങൾ അവിടെ വേറെ വിവാഹങ്ങൾ നടക്കാൻ പാടില്ല. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഒന്നീ പുനഃക്രമീകരിക്കുകയോ വിവാഹങ്ങളുടെ അന്നത്തെ സമയം. അപ്പോൾ എങ്ങനെ പുനഃക്രമീകരിക്കും? ഓരോ വിവാഹത്തിന് നിശ്ചയിച്ച മുഹൂർത്തം, അത് കാര്യങ്ങൾ, പിന്നെ അവർക്ക് ബന്ധുക്കൾക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ. ഇനി കല്യാണം, വിവാഹം മാറ്റിവെക്കാൻ പറ്റുമോ? മുഹൂർത്തം നിശ്ചയിച്ച ഒരു വിവാഹം മാറ്റിവെക്കാൻ പറ്റുമോ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിൻ്റെ പേരിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിവാഹം അവിടെ നടത്താൻ ബുക്ക് ചെയ്തവർ ഇപ്പം അനുഭവിക്കുന്ന മനോവിഷമം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഒരു സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി വന്നോട്ടെ, നല്ല കാര്യം, സുരേഷ് ഗോപിക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ വേറെ 12 വിവാഹങ്ങളുടെ സമയം മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ വിവാഹം മറ്റൊരു തീയതിയിലേക്ക് മാറ്റി വെക്കപ്പെടുകയോ ചെയ്യുമ്പോൾ വിശ്വാസികൾ അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? അല്ല, ചോദിച്ചത് ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ?